പ്രിയമുള്ളവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബ കൂട്ടായ്മ ചർച്ചാ വേദിയിലെ 5ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതിനോടകം നടത്തപ്പെട്ട എല്ലാ ചർച്ചാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക ക്രൈസ്തവ സമൂഹം നവോത്ഥാന രംഗത്ത് നൽകിയ വിവിധങ്ങളായ സംഭാവനകളെക്കുറിച്ചാണ്. ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുക അതിരൂപതയുടെ അനുഗ്രഹ സാന്നിധ്യമായ പ്രിയപ്പെട്ട ഡോക്ടർ ടോം ഓലിക്കരോട്ടച്ചനാണ്. അച്ഛനെ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും തുടർന്ന് സജീവ ചർച്ചകളിൽ നമുക്ക് പങ്കുചേരുകയും ചെയ്യാം. ഏവർക്കും ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണത്തിൽ ക്രൈസ്തവരുടെ പങ്കെന്താണ് എന്നുള്ള ഒരു വിഷയം, സാമൂഹ്യ നവോത്ഥാനത്തിൽ നമ്മൾ എന്തു ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ മാസം നമ്മൾ നടത്തുന്നത്. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന്റെ തുടക്കം ക്രൈസ്തവ മിഷണറിമാർ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു. ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒരുമിച്ചിരുത്തി സവർണന്റെയും അവർണന്റെയും മക്കളെ അടുത്തിരുത്തി മിഷണറിമാർ പഠിപ്പിച്ച വിദ്യാഭ്യാസത്തിലൂടെയാണ് നാം യഥാർത്ഥത്തിൽ ചാതുർവർണ്ണ്യത്തിൻ്റെ ഭീകരതയെ, ജാതി വ്യവസ്ഥതയുടെ ഭീകരതയെ മറികടന്നെന്നുള്ള ചരിത്രം ഓർമ്മിക്കണം. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ഈ ക്രൈസ്തവ സമുദായത്തിൽ നിന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ജാതി വ്യവസ്ഥിതിയെ മറികടന്ന് സാമൂഹ്യ സമത്വം എന്ന മഹനീയമായ സുവിശേഷ ദർശനം കേരളത്തിൽ ആദ്യം അവതരിപ്പിക്കുന്നത് മിഷണറിമാരാണ്. സാമൂഹികമായ അനാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ മുൻനിരക്കാർ ഈ മിഷണറിമാരായിരുന്നു. 1800കളിൽ അവർ നേരിട്ട ആദ്യത്തെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു അടിയാള സ്ത്രീകളുടെ മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമെന്ന് പറയും. അടിയാള സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നിഷേധിച്ചിരുന്ന സവർണ മേൽക്കോയ്മയ്ക്കെതിരെ 1813 മുതൽ മിഷണറിമാർ നിരന്തര സമരങ്ങൾ നടത്തി. ചാന്നാർ സ്ത്രീകളുടെ മാറുമറയ്ക്കൽ സമരം ചരിത്രപ്രസിദ്ധമാണല്ലോ. ആ സമരത്തിൽ ആദ്യമായി ചാന്നാർ സമുദായത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് വന്ന സ്ത്രീകൾക്ക് ബ്ലൗസ് തയ്പ്പിച്ചു കൊടുത്തത് മിഷണറിമാരാണ്, അവരെ ഇടിയിപ്പിച്ചത്. അവിടെ തുടങ്ങുന്നതാണ് മാറുമറയ്ക്കൽ സമരവും സവർണരുടെ അടിച്ചമർത്തൽ നടപടികളും. 1813 തുടങ്ങുന്ന ഈ സമരത്തിന് തീർപ്പാവുന്നത് 1859 തിരുവിതാംകൂർ രാജാവിന്റെ ഉത്തരവോടുകൂടിയിട്ടാണ്. ആ ഉത്തരവ് ഇവിടുത്തെ സവർണ നേതൃത്വത്തെ മറികടന്ന് എങ്ങനെ തിരുവിതാംകൂർ രാജാവ് പുറപ്പെടുവിച്ചെന്ന് ചോദിച്ചാൽ മദ്രാസ് ഗവർണറുടെ ഉഗ്രശാസനം, ഇല്ലെങ്കിൽ പട്ടാളം വന്ന് തിരുവിതാംകൂറിനെ ആക്രമിക്കുമെന്നുള്ള ഉഗ്രശാസനം കൊണ്ടാണ്. അപ്പോൾ മിഷണറിമാരുടെ ത്യാഗപൂർവമായ ഇടപെടലുകളിലൂടെയാണ് അനാചാരങ്ങളിൽ നിന്നും അസമത്വങ്ങളിൽ നിന്നും കേരളം രക്ഷ നേടിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിമക്കച്ചവടത്തെക്കുറിച്ച് മാർക്കറ്റിൽ 14 അണയ്ക്ക് ഉരുവിനെ വിൽക്കുന്നത് പോലെ മനുഷ്യരെ വിറ്റിരുന്ന കേരളത്തിൽ 1853 തിരുവിതാംകൂറിലും 1872 കൊച്ചിയിലും അടിമക്കച്ചവടം നിരോധിക്കുന്നതിന്റെ പിറകിൽ മിഷണറിമാരുടെ നിരന്തര പ്രവർത്തനത്തിന്റെ ഫലമായി മദ്രാസ് ഗവർണർ പുറപ്പെടുവിക്കുന്ന ഉഗ്രശാസനയെ പേടിച്ചാണ് തിരുവിതാംകൂർ രാജാക്കന്മാരും കൊച്ചി രാജാവും ഈ അടിമക്കച്ചവടം കേരളത്തിൽ നിരോധിച്ചത് എന്നുള്ള ചരിത്രം നമ്മൾ അറിയുമ്പോൾ ഈ മാറ്റത്തിന്റെ പിറകിൽ, മനുഷ്യ സമത്വത്തിന് വേണ്ടിയുള്ള നിലപാടുകളുടെ പിറകിലെ സുവിശേഷ ദർശനത്തിന്റെ ഇടപെടലുകൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവിടെ നിന്നിരുന്ന അന്യായമായ നികുതികൾക്കെതിരെ തലയെണ്ണി പിരിച്ചിരുന്ന തലക്കരം, മാറിനുമേതെ വസ്ത്രം ധരിക്കാൻ ചുമത്തിയിരുന്ന മുലക്കരം, ഏണിയിൽ വെച്ച് തെങ്ങിൽ കയറാൻ ഉപയോഗിച്ചിരുന്ന ഏണിക്കാണം, ഇങ്ങനെ അനവധി താഴ്ന്ന മനുഷ്യർക്കു നേരെ ചുമത്തിയിരുന്ന, അധ്വാന വർഗത്തിന് മേലെ ചുമത്തിയിരുന്ന നികുതികൾക്കെതിരെ ആദ്യമായി സംസാരിച്ചതും അത് അനീതിയാണെന്ന് പ്രതികരിച്ചതും ക്രൈസ്തവ മിഷണറിമാരായിരുന്നു. ആ പ്രോജ്വലമായ ചരിത്രമൊന്നും നിർഭാഗ്യവശാൽ നമ്മൾ പണിത പള്ളിക്കൂടങ്ങളിൽ പോലും പഠിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടു പോയൊരു സമുദായമാണ് നമ്മുടേതെന്നുള്ളതാണ് നേരെന്ന് പറയും. ആ ചരിത്രം ഇനിയെങ്കിലും പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ
നമ്മുടെ ത്യാഗപൂർവമായ കഠിനാധ്വാനത്തിന്റെ ഇന്നലകൾ ചില എട്ടുകാലി മമ്മൂഞ്ഞിമാർ അവരുടേതാക്കി കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുകയും പറയുകയും അടുത്ത തലമുറയെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ 603 ദിവസം നീണ്ടുനിന്ന വലിയൊരു സമരമുണ്ട്. ആ സമരത്തിന്റെ തുടക്കം മുതൽ മുൻപിട്ട് നിന്നിരുന്നത് ഫാദർ ജോസഫ് വെട്ടിക്കാപ്പള്ളി, ശ്രീ പോൾ ഡാനിയൽ, ശ്രീ ജോൺ നിധീരി, ഷെവലിയർ ഇലഞ്ഞിക്കൽ തരീത് തൊമ്മൻ, KC മാമൻ മാപ്പിള, ബാരിസ്റ്റർ ജോർജ് ജോസഫ് തുടങ്ങിയ ക്രൈസ്തവ നേതാക്കന്മാരായിരുന്നു. മഹാത്മാഗാന്ധി നേരിട്ട് വന്ന് അഹിന്ദുക്കൾ സമരമുഖത്ത് നിന്ന് മാറണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവരൊക്കെയും സമരത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ താഴ്ന്ന സമുദായത്തിനും മനുഷ്യർക്കും വേണ്ടി നിരന്തരം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൂടി സംസാരിച്ച് ഈ സാമൂഹിക മാറ്റം സാധ്യമാക്കിയ ആളുകൾ ക്രൈസ്തവ സമുദായത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിലെ വലിയൊരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഈഴവരും മുസ്ലിങ്ങളും ജനപ്രതിനിധി സഭയിൽ നിന്ന് സമ്പൂർണമായി അവഗണിക്കപ്പെട്ടതിനെതിരെ, ക്രൈസ്തവർക്ക് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ലഭിക്കാതിനെതിരെയും ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ നടന്ന രൂപം കൊണ്ട പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഈഴവർക്കും മുസ്ലിമുകൾക്കും കൃത്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ സമുദായം എന്നാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിൽ നമ്മൾ നിർണായകമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രോജ്വലമായത് വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകളാണ്. 1803 തിരുവിതാംകൂറിൽ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിക്കൂടം സ്ഥാപിക്കപ്പെടും. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, നാനാജാതി മതസ്ഥർക്ക് വേണ്ടി. സാക്ഷര കേരളം എന്നുള്ള കേരളത്തിന്റെ ജനനം തുടങ്ങുന്നത് ക്രിസ്ത്യൻ പള്ളിക്കൂടങ്ങളിലാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. വേദം വിദ്യ സവർണന് വേണ്ടി മാത്രം മാറ്റിവെക്കുകയും അവർണന് വിദ്യയ്ക്കുള്ള യാതൊരു സാധ്യതകളും നിഷേധിക്കപ്പെടുകയും ചെയ്ത കാലത്താണ് വ്യത്യസ്തങ്ങളില്ലാതെ വേർതിരിവുകളില്ലാതെ ക്രൈസ്തവർ വിദ്യാലയങ്ങൾ തുടങ്ങുന്നത്. 1819 ആദ്യത്തെ പെൺപള്ളിക്കൂടം കേരളത്തിൽ സ്ഥാപിക്കപ്പെടും. വേദഭാഷയായ സംസ്കൃതം അധകൃതന് വർജ്യമായിരുന്ന ഒരു കാലത്ത് വേദം പഠിച്ച ശൂദ്രനെ ദൂരെ അകറ്റണമെന്ന ധർമ്മം നിലനിന്നിരുന്ന കാലത്താണ് 1846 വിശുദ്ധ ചാവറ പിതാവ് മാന്നാനത്ത് സംസ്കൃത സ്കൂളും തുടർന്ന് മലയാള സ്കൂളും സ്ഥാപിക്കുന്നത്. 1865 സാക്ഷര കേരളത്തിന്റെ തലവര തന്നെ മാറ്റിയ ചരിത്രപ്രസിദ്ധമായ പള്ളിക്കൂടങ്ങൾ തുടങ്ങാനുള്ള ചാവറ പിതാവിന്റെ കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ടത് എന്ന് നമ്മൾ ഓർക്കണം. കേരളത്തിന്റെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ, ശ്രീനാരായണ ഗുരു അടക്കമുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ശ്രീനാരായണ ഗുരു ജനിക്കുന്ന 1856 1846 സകല ജാതികളെയും ഉൾപ്പെടുത്തി സംസ്കൃത സ്കൂളും 1865 പള്ളിക്കൂടങ്ങൾ തുടങ്ങാനുമുള്ള കൽപ്പന പുറപ്പെടുവിച്ച ചാവറ പിതാവ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നവോത്ഥാന നായകരുടെ പട്ടികയിൽ ഇല്ലെന്ന് പറയുമ്പോഴാണ് നാം നേരിടുന്ന ഭീകരമായ വിവേചനത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ആദ്യമായി സ്കൂൾ യൂണിഫോം, ഉച്ചക്കഞ്ഞി ഇതൊക്കെ നടപ്പിലാക്കിയത് വിശുദ്ധ ചാവറ പിതാവാണ് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ സാഹിത്യരംഗത്ത്, മാധ്യമരംഗത്ത് ക്രൈസ്തവരുടെ നിസ്തുലമായ സംഭാവനകളുണ്ട്. ആദ്യത്തെ പ്രസ് സ്ഥാപിക്കുന്നത് 1557 ഗോവയിൽ പോർച്ചുഗീസ് മിഷണറിമാരാണ്. 1657 അമ്പഴക്കാട്ട് പ്രസ് സ്ഥാപിക്കുകയും ഉദയംപേരൂരിന്റെ കാനോനകൾ എന്ന ഗ്രന്ഥമാദ്യമായി മലയാളത്തിൽ അച്ചടിക്കുകയും ചെയ്യും. അച്ചടിക്ക് ഉപയോഗപ്പെട്ട രീതിയിൽ മലയാള ലിപികളെ രൂപപ്പെടുത്തുന്നത് മഹാനായ ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന ക്രൈസ്തവ മിഷണറിയാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രം പുറത്തിറക്കുന്നത് ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിലുള്ള ലീത്തോസ് പ്രസിൽ വെച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം 1887 പുറത്തിറങ്ങിയ നസ്രാണി ദീപികയാണ്. അപ്പോൾ സാംസ്കാരിക കേരളത്തിന്റെ, സാക്ഷര കേരളത്തിന്റെ വളർച്ചയിൽ ക്രൈസ്തവർ പുലർത്തിയതുപോലെ നിസ്തുലമായൊരു സംഭാവന ചെയ്ത മറ്റൊരു സമുദായം ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ചരിത്രം, നമ്മുടെ പ്രോജ്വലമായ ഇടപെടലുകളുടെ ചരിത്രം നമുക്ക് ഭാവി തലമുറകളെ അറിയിക്കാൻ വേണ്ട വിധം കഴിയാതെ പോയെന്നും നമുക്കിടയിൽ തന്നെ ചർച്ച ചെയ്യാൻ പറ്റാതെ പോയെന്നുമുള്ളത് ഒരു സത്യമാണ്. ആ തെറ്റുതിരുത്തേണ്ട അവസരമാണിത്. ഈ നാടിന് നമ്മൾ കൊടുത്ത പ്രോജ്വലമായ ഇതിഹാസ തുല്യമായ സംഭാവനകളുടെ ചരിത്രം അഭിമാനബോധത്തോടെ ചർച്ച ചെയ്യാൻ, സാമൂഹിക മാറ്റത്തിൽ, പരിഷ്കരണത്തിൽ, വിദ്യാഭ്യാസ പുരോഗതിയിൽ നമ്മുടെ ഇടപെടലുകളെ ചർച്ച ചെയ്യാൻ ഈ മാസത്തെ നമ്മുടെ കൂട്ടായ്മകളിൽ സാധിക്കട്ടെ. നന്ദി.